സുഹൃത്തുക്കളെ, വീണ്ടും ഇതാ ഒരു വീഡിയോ. ഇന്ന് നമുക്ക് ഈസിയായി എങ്ങനെ ടുലിപ്പ് ഫ്ലവർ ഈ ഫോം ക്ലേ വെച്ചുണ്ടാക്കാമെന്ന് നോക്കി നോക്കാം. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്, കാരണം ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും. ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം എന്നെക്കുറിച്ച് എൻ്റെ ഒരു അസുഖത്തെക്കുറിച്ച് പറയാം. ഞാൻ ഭയങ്കര കമ്പൾസീവ് ബയറാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനം കണ്ട് എനിക്ക് അപ്പം വാങ്ങണം. എൻ്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് വാങ്ങും. എന്നിട്ട് അത് എന്തിനാ ഉപയോഗിക്കാമെന്ന് എനിക്കറിയോ അതുമില്ല. എന്നിട്ടത് ഞാൻ അങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ അതൊരു ഹോർഡിങ് ഡിസോർഡർ ആണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ ലേബൽ ചെയ്യല്ല, ബട്ട് എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി കൂട്ടി കൂട്ടി വെക്കും. എന്നിട്ട് അത് വെക്കാൻ സ്ഥലമില്ല. അതാകുമ്പോൾ എടുത്ത് കളയോ അതുമില്ല. അത് വീണ്ടും വെക്കാൻ സ്ഥലം കണ്ടുപിടിച്ച് വെക്കും. സത്യം പറഞ്ഞാൽ ജേർണലിങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ജേർണൽ ചെയ്യാനുള്ള മൂഡ് എപ്പോഴും വരാറില്ല. അങ്ങനെ ഞാൻ ജേർണൽ കണ്ട് ഇഷ്ടമായി വാങ്ങി ഒരു 5-6 ജേർണൽ ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ഞാൻ ഒരു 4-5 പ്രാവശ്യമല്ലാതെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ നോക്കിയാൽ തന്നെ കാണാം, ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലാതെ ആ വീഡിയോ എടുക്കാനല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ ഒരുപാട് സ്റ്റിക്കേഴ്സ് എല്ലാം പ്രിൻ്റ് എടുത്തിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തതല്ലേ, നമുക്ക് കുറച്ച് ജേർണൽസ് ചെയ്യാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസ് കാണാൻ മറക്കരുത്. ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഫ്ലവർ ഞാൻ ശരിക്കും ഇതിനെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല രസമാണ് ഈ പല കളേഴ്സുള്ള ഈ പൂക്കൾ ഒരുമിച്ചിരിക്കുന്നതാണ്. ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇത് കാണാൻ. ഇത് മുന്നേ ഉണ്ടാക്കിയ ഒരു ഫ്ലവറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ചെറിയ കുപ്പിയിലിട്ട് വെക്കാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ. കണ്ടു എൻ്റെ ക്യൂട്ടല്ലേ. ഇനി ഇത് നമ്മൾ ഈ കുപ്പിയിലിട്ട് വെച്ചു. പക്ഷേ ഈ കുപ്പീൻ്റെ സൈസും ഫ്ലവറിൻ്റെ സൈസും തമ്മിൽ ഒത്തുപോകുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ആ ഫ്ലവർ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനിടയിലുള്ള കുപ്പി ഏതും ആയിക്കോട്ടെ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഈ കുപ്പിയിലിട്ട് വെക്കും. അപ്പോൾ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.